വെളുത്ത വസ്ത്രങ്ങളാണല്ലോ അധികവും അണിയുക. അപ്പൊ ഇത് അലക്കുകയും അത് ഉണക്കുകയും ഒക്കെ ചെയ്യുക, അത് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക ശ്രമകരല്ലേ ശരിക്കും? അല്ല, ഇപ്പം പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കുക. നേരത്തെയൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. അത് പിന്നെ ഓട്ടോമാറ്റിക്കലി നടന്നോളും. അത് ഈ ഇഷ്ടഭക്ഷണം കഞ്ഞിയൊക്കെയാണെന്ന് കേട്ടിട്ടുണ്ട്. കഞ്ഞി, പാവയ്ക്ക കൊണ്ടുണ്ടാക്കുന്ന കറി ഒക്കെയാണ്. ചുമ്മാ പറയുന്ന ഇറച്ചി മീനും ഒക്കെയാ. ഇറച്ചി മീൻ ഞാൻ കാണണം പിന്നില്ലേ? ഇപ്പം. ഇപ്പം ഇച്ചിരി കുറഞ്ഞു. ഇറച്ചി എനിക്ക് ഇഷ്ടമല്ല. ആ നേരത്തെ തിന്നുമായിരുന്നു. പിന്നെ ഈ പെണ്ണ് വെക്കാൻ എളുപ്പം ഇറച്ചിയാണ്. ആ ആ പക്ഷേ ഇപ്പോൾ ഞാൻ ഇറച്ചി ഉപയോഗിക്കാറില്ല. അഥവാ ഇറച്ചിയുടെ ചാറ് മതി, അതിനപ്പുറത്ത് ഒന്നും കഴിക്കാറില്ല. ഇവിടെ പറയട്ടെ, ചോദിക്കുന്നു. സത്യമാണോ? ഇച്ചിരി കുറവാ, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടം പിന്നെ അപ്പമോ ഇടിയപ്പമോ ദോശയോ ഇഡ്ഡലിയോ അതുകൊണ്ടൊക്കെ കഴിക്കും. പിന്നെ കപ്പയാണെങ്കിലും മതി, എന്നെ ഇനിയൊന്നും എനിക്ക് ഇന്നെന്ന് നിർബന്ധമില്ല. പക്ഷെ രാവിലെ കഴിക്കും വയറ് നിറച്ച് തിന്നണം. ഒരു 2 മുട്ട മസ്റ്റാണ്, ഒരു ഏത്തപ്പഴവും. പി സി ജോർജിന്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കും ഭക്ഷണക്രമം? ഭക്ഷണം രാവിലെ ഒരു 9 മണിയാകുമ്പോൾ 9-9:30 ഭക്ഷണം കഴിക്കും. അത് ഇഡലി, ദോശ, ഏത്തക്ക, മുട്ട, ഇത്രയും വേണം. പിന്നെ അപ്പോ പാലപ്പോ കപ്പ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല. ഉച്ചയ്ക്ക് ചോറ്, ഒരു 3-4 കൂട്ടം കറി, അത്രയും മതി. ഇറച്ചിയോ മീൻ. രാത്രിക്കപ്പം എന്തായിരിക്കും? രാത്രിയിൽ അങ്ങനെ ചോറുണ്ണാറില്ല, ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ പി സി ജോർജ് തഗ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ യൂട്യൂബിൽ വരുന്ന ഒരു കൂട്ടം വീഡിയോകളുണ്ട്. അതിലൊന്നാണ് ലൈവായിട്ട് പി സി ജോർജ് ഏത് മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് പോയതെന്ന് പറയുമ്പോൾ പി സി ജോർജ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, അയാൾ അധിക്ഷേപിച്ചുകൊണ്ട്. അത് വളരെ ഫേമസ് ആണ്. അതെ അതെ. അപ്പം ആ മറുപടി കേൾക്കുമ്പോൾ ഇപ്പം സ്വയമായിട്ടും അതിങ്ങനെ യൂട്യൂബിലൊക്കെ വെറുതെ റാൻഡായിട്ടൊക്കെ അത് വരുമല്ലോ. ഇത് കാണുമ്പോൾ അത്ര പറയേണ്ടിരുന്നില്ല എന്നോ, അല്ലെങ്കിൽ ഇത് കുറച്ച് മോശമായി പോയി അങ്ങനെ പറയേണ്ടിരുന്നില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വിഷ്ണു, ഞാനത് കണ്ടിട്ടില്ല, നോക്കാറില്ല. ഒരു സത്യം പറയാം, ഞാൻ ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അവൻ ഒന്നുകൂടെ തന്തയ്ക്ക് പറയേണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം. ഏത് മാനസികാരോഗ്യം ഞാൻ അതിനെ വട്ടാച്യത്തിലാണ് കിടന്നത്, വൃത്തികെട്ടവൻ. അതിന് വൃത്തികേടത്തേക്ക് കൊടുക്കാൻ പറയാമോ മനുഷ്യൻ? ഞാൻ ഒരു വൃത്തികളും കാണിക്കാറില്ല, ആരെ പറ്റി ആവശ്യമില്ലാതൊന്നും പറയാറില്ല, ആവശ്യമില്ല ഇടപെടാറില്ല. പിന്നെ നിയമസമാജികർ എന്തെങ്കിലും നിയമസഭ പോകുമ്പോൾ രാജ്യത്തെ കാര്യങ്ങൾ എടുത്ത് പറയും. അത് പറയുമ്പോൾ വെച്ചിട്ട് കാര്യമുണ്ടോ? മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് മാധ്യമക്കാരൻ്റെ സൗകര്യം പോലെ ചെയ്യാമോ? ഈയിടെ ഒരു ഉദാഹരണം പറയാം. ഈയിടെ നമ്മുടെ BJPയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ പത്രക്കാരെ എല്ലാം കൈകാര്യം ചെയ്യുന്നു പറഞ്ഞു. അയാളെ എല്ലാ പത്രക്കാരും വിമർശിച്ചു. എനിക്ക് വിമർശിക്കാൻ തോന്നിയില്ല. സ്ഥിരമായി ഒരു വ്യക്തിയെപ്പറ്റി വൃത്തികേട് തന്നെ കള്ളത്തരം എഴുതിക്കൊണ്ടിരിക്കുക പത്രം ഞാൻ മോശമല്ലേ? അപ്പോൾ കൈകാര്യം ചെയ്യുമെന്ന് പറയാൻ എന്നാ തെറ്റിരിക്കുന്നത്? എന്നാൽ വൃത്തികേട് പറഞ്ഞത് തെറ്റാന്ന് സമ്മതിക്കുന്നില്ല. ഇവിടെ കേരളത്തിൽ പ്രത്യേകത എന്താ? കേരളത്തിൽ UDF LDFും ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാം കൂടെ BJP കയറി ചാടുക. പക്ഷേ BJP തോക്കുന്നുണ്ടോ? പിന്നെയും ആൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലോ. പിന്നെ എന്ത് ചെയ്യുമാതിരി ചാടുന്നേ? പത്രക്കാർ BJPയുടെ വാർത്ത കൊടുത്ത് ഇടുകയല്ലോ, ഇടണ്ട കൊടുക്കണ്ടെന്ന് പറഞ്ഞു, കുഴപ്പമില്ലല്ലോ. പക്ഷേ ജനം എന്നാലും BJPയിലേക്ക് വരിക. ഇപ്പോൾ 20% വോട്ടായി കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ. ഈ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ നോക്കൂ, ഇപ്പോഴത്തെ ഇരട്ടി കൂടുതൽ പഞ്ചായത്തുകളും എല്ലാം BJP ജയിക്കും. 26 അസംബ്ലി ഇലക്ഷനിൽ 20 UDF തർക്കം 20 കൂടുതൽ കിട്ടുകയാണ്. ഞാൻ പറയുന്നത് 30 കൂടുതൽ കിട്ടുന്നു. 30 സീറ്റുമായിട്ട് നിയമസഭയിൽ BJP കാണും. 2029 ഇലക്ഷൻ നടക്കും. അത് അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ BJP താമരച്ചനെ ജയിച്ചവൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും. അപ്പോൾ ഇവൻ്റെയൊക്കെ സൂക്കേട് തീരും. ഇവരൊക്കെ ഞങ്ങൾ മര്യാദ പഠിപ്പിച്ച് തരാം. നീ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്നില്ലേ? വഴിനീള അടിയല്ലേ? തിരുവനന്തപുരത്ത് അടി, പത്തനംതിട്ട അടി, തൃശ്ശൂർ പിണറായിലടി, പിണറായിയുടെ അവിടെ അടിയ. ഞാൻ ഈ കണ്ണൂരും കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും അടിയെന്ന് വെച്ചാൽ ഇത് കാശ് വീതം വെക്കുന്നതിന് തർക്കമാണ്. അതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? സുധാകരൻ എന്തി? ഈ സുധാകരൻ കേരളം കണ്ട ഏറ്റവും നല്ല PWD മന്ത്രിയില്ലേ? അങ്ങേരെ അവിടെ പോയി. അങ്ങേരെ ഏരിയ സമ്മേളനം കൊണ്ട് അങ്ങനെ വീടിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് അങ്ങനെ വിളിച്ചില്ല, വിളിക്കത്തില്ല. വിളിച്ചാൽ ഈ കള്ളന്മാരെല്ലാം ഒരുമിച്ചിരിക്കുന്നത് തന്നെ കള്ളനാണെന്ന് പുള്ളി ചോദിക്കരുത്. ഐസക് എന്തി? കേരളം കണ്ട ഏറ്റവും നല്ല ധനകാര്യമന്ത്രി ഐസക്, അയാളെവിടെ പോയി? MA നല്ല വിദ്യാഭ്യാസം, അയാളെവിടെ പോയി? ടീച്ചർ എന്തി? കേരളത്തിലെ ഏറ്റവും നല്ല ആരോഗ്യമന്ത്രിയാണ് ടീച്ചർ, അറിയാമോ? ശൈലജ ടീച്ചർ. ആ ടീച്ചറെ അമ്മയെന്ന് ഞാൻ നിയമസഭ പറയും, നിങ്ങളെ എൻ്റെ അമ്മയെപ്പോലെ ഞാൻ ബഹുമാനിക്കുന്നു ഞാൻ പറയുന്നത്. ഉദാഹരണം പറയാം, മുണ്ടക്കയത്ത് 5 നില കെട്ടിടം പണി തീർത്ത് അവിടെ 5 ഡോക്ടർമാർ എയർ കണ്ടീഷൻ പ്രസവ വാർഡ് ഇപ്പോൾ ഉണ്ടാക്കിയവനെ. 5 ഡോക്ടർമാർ. ഈ ടീച്ചർ ചെയ്യുന്ന സഹായമാണ്. കെട്ടിടം പണിയാനും വേറെ PWD കൊണ്ട് ചോദിച്ചു. ഈ ഡോക്ടർ 2 അഡീഷണൽ ആയിട്ട് തന്നു. ടീച്ചർ തന്നെ ഒന്ന് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കും. ഡോക്ടറും ഇല്ല, നേഴ്സും ഇല്ല. ഒന്നാലോചിച്ച് എന്തൊരു ഗതിയാണ്. കേരളം മുഴുവൻ നടക്കുന്നില്ലേ? മരുന്നില്ല ഒരിടത്തും, ഡോക്ടർമാരില്ല. ഇത്രയും ഡോക്ടർമാർ പാസ്സായി കിടക്കുന്നില്ലേ?
ഒരു ചെറിയ 50,000 രൂപ കൊടുത്ത് സ്റ്റൈവ് ഒരു 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 ഇത് സന്തോഷം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും ഗവൺമെൻറ് സർവീസിൽ ഡോക്ടർമാർ വന്ന് സേവനം ചെയ്യലേ, നല്ല മനസ്സുള്ള ഡോക്ടർമാരില്ലേ, ഒരു ഡോക്ടറെങ്കിലും ഒരു ആശുപത്രി വെക്കണ്ടേ? ഇത്ര നശിച്ചെന്നാറി ഒരു ഗവൺമെൻറ്റും കാശുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ചർച്ച ചെയ്യുന്നത്. ഇത്രയും മോശം ഒരു ആരോഗ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടുണ്ടോ? എന്നാലും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി അവരുടെ ബൂത്തിലോട്ട് അവർ കയറുകയല്ല, അവരുടെ ലോക്കൽ കമ്മിറ്റി പോലും അവരെ അടിയാണ്. ഇതെങ്ങനെ നന്നാകാനാണ് ഇത്? കേരളം നശിച്ചു മക്കളെ, എൻ്റെ അഭിപ്രായം. എപ്പോഴെങ്കിലും ഒരു PC ജോർജ് എന്നുള്ള മനുഷ്യൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് റിട്ടയർ ആവുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല. അങ്ങനെ ചെയ്യണ്ടേ, നമുക്ക് ഇതൊക്കെ വിട്ടിട്ട് നമ്മുടേതായിട്ടുള്ളൊരു ജീവിതം വേണ്ട, അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇതുവരെ ചോദിച്ചു. അത് അവർക്ക് വിവരം ഉണ്ടാകണം, ചോദ്യം എന്നോട് ചോദിക്കാനാ. അതായത് ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണമെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ അവസാനിപ്പിക്കും, അതുവരെയും പൊതുപ്രവർത്തനം കാണും. പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട വേദിയിലേക്ക് ഞാൻ പോകണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അതായത് ചെറുപ്പക്കാർ പറയും. ഇപ്പം തന്നെ ചാനലുകാരൊക്കെ വിളിക്കുന്ന ഞാൻ പറയും, പിള്ളേരെ വിളിക്കാൻ പറയും, ചെറുപ്പക്കാരെ വിളിച്ചോളാൻ പറയും. ഞാൻ പോകാറില്ല. അത് പിള്ളേർ വരട്ടെന്ന്, അവർ അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഈ നിലപാടുണ്ടല്ലോ, അത് രാഷ്ട്രീയ കക്ഷികൾ ഇടയ്ക്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും തീരുമാനങ്ങളും അങ്ങനെ അഭിപ്രായങ്ങളൊന്നും അങ്ങനെ മാറിയിട്ടില്ല. അതെന്താ? അതിൻ്റെ ആവശ്യം എന്താ? ഞാൻ എൻ്റെ കാര്യം എനിക്ക് ബോധ്യമുള്ളത് ഞാൻ പറയുള്ളൂ. ആ ബോധ്യമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാറേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാറുന്ന ഞാൻ മര്യാദ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. അല്ലെങ്കിൽ എനിക്ക് ഏതെല്ലാം സ്ഥാനത്ത് വേണേൽ കിട്ടുമായിരുന്നു, വേണ്ട. നമ്മൾ വാക്ക് പാലിക്കുക, അതനുസരിക്കുക. എനിക്ക് എൻ്റെ ഒരു ചെറിയ കുടുംബമാണ്, ഞാനും എൻ്റെ ഭാര്യ ഉഷയും. ഞങ്ങൾക്ക് 2 ആൺമക്കൾ. അതിൽ മൂത്ത മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അവന് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, കേരളത്തിലെ ഏറ്റവും വലിയ അർബൻ ബാങ്കിൻ്റെ വൈസ് ചെയർമാനാണ്. ഇങ്ങനെ എല്ലാം ജോലിയുണ്ട്. എങ്കിലും അവൻ കർത്തവ്യം നല്ലവണ്ണം നിറവേറ്റി പോകുന്നുണ്ട്. അവൻ്റെ ഭാര്യയുണ്ട് പാർവതി, നമ്മുടെ ഈ ജഗതിയുടെ മകളാണ്. ആ കൊച്ചും വക്കീലാണ്, ഇപ്പോൾ കോടതി പോയിരിക്കുക, പാലാ കോടതി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ രണ്ടാമത്തവനുണ്ട്, അവന് MBBS കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്, തിരുവല്ല ബിലീവേഴ്സ് ചർച്ചിൽ ഡോക്ടറായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മകന് 2 മക്കളാണ് ഉള്ളത്, ഒന്ന് അപ്പുവും ഒന്ന് അമ്മുവും. അപ്പു ഇവിടെ PC ജോർജ് ജൂനിയറാണ്, പേര് അണക്കര സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ അമ്മുവാണ് ഞങ്ങളുടെ ആകെയുള്ള ഒരു ഓമന കൊച്ചി, ഇവിടെ വീട്ടിലുണ്ട്. അവളിപ്പോൾ സ്കൂളിൽ പോയിരിക്കുകയാണ്, ഇവിടെ ആനക്കല്ല്. ആ സ്കൂളിൻ്റെ പേരിന് ഗാർഡൻ സ്കൂളിൽ പഠിക്കുന്നത്, 3ാം ക്ലാസ്. രാവിലെ പോവും, വൈകുന്നേരം എത്തും. ഇങ്ങനെ ഒരു ചെറിയ കുടുംബമാണ് ഞങ്ങൾ, വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. PC ജോർജ് സാറുടെ ഈ TV-യിലുള്ള ചർച്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്, ഇദ്ദേഹം വീട്ടിൽ വലിയ രീതിയിൽ വഴക്കാളിയായിരിക്കുമോ, ഭയങ്കര കർക്കശക്കാരനായിരിക്കുമോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല അല്ലേ? അതാ ഇവിടെ ആ വഴിക്ക് അങ്ങ് പോവുകയല്ലേ. പറഞ്ഞ തീരുമാനങ്ങളിൽ അങ്ങനെ മാറ്റാത്ത, അങ്ങനെ കൃത്യമായിട്ട് ശീലങ്ങളൊക്കെ ഉള്ള, എന്തെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണോ? അതൊന്നുമില്ല. എന്നാലും കുറച്ച് സ്ട്രിക്റ്റ് ആണ്. തീർച്ചയായും ഈ രാഷ്ട്രീയ ജീവിതം ഇതേ രീതിയിൽ ആക്രോശത്തോടുകൂടി, ആവേശത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകട്ടെ. പൂഞ്ഞാറെന്ന് കേൾക്കുമ്പോൾ PC ജോർജ് എന്ന പേരും കൂടിയാണ് ഒരു പര്യായം പോലെ ഓർമ്മ വരുന്നത്. അത് എന്നും അതുപോലെ തന്നെ നിലനിൽക്കട്ടെ. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ എന്നും കൂടെ സഹയാത്രികയായി ഉണ്ടാവട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.